അയ്യാമു തശ്രീഖിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജ 11 എന്നുള്ളത് യൗമുൽ ഖർബ്, ബലിദിനം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പവിത്രമായ ദിനമാണ്. യൗമുൽ ഖർബ് എന്ന് പറഞ്ഞാൽ ഹാജിമാര് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ നിർവഹിച്ച് ജംറയിൽ എറിയലും പിന്നെ ബലികർമ്മവും ഒക്കെ നിർവഹിച്ചു കഴിഞ്ഞ് അവർ മിനായിൽ വിശ്രമിക്കുന്ന സന്ദർഭത്തിലാണ് യൗമുൽ ഖർബ്. ഒരു കുളിർമ, ആശ്വാസം എന്നൊക്കെയുള്ള അർത്ഥം. ഈ ദിവസം വളരെ മഹനീയമാണ്. അയ്യാമു തശ്രീഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൂടുതൽ നമ്മൾ ദിക്ർ ചെയ്യേണ്ട ദിവസമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തി, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, ഏതാനും എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കണം, കൂടുതലായി ദിക്ർ ചെയ്യണം. സൂറത്തുൽ ബഖറയിലെ ഈ ആയത്ത് അയ്യാമു മഅദൂദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അയ്യാമു തശ്രീഖാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അഥവാ പെരുന്നാൾ ദിവസം കഴിഞ്ഞുള്ള തുടരെ പ്രത്യേകിച്ച് കൂടുതൽ ദിക്ർ എടുക്കൽ പ്രബലമായ നാളുകളാണ് അറഫ, അതുപോലെ പെരുന്നാൾ ദിവസം അയ്യാമു തശ്രീഖ്. നമ്മൾ ദിക്ർ ഒഴിവാക്കാതിരിക്കുക. ഇതും വാസ്തവത്തിൽ പെരുന്നാൾ തന്നെയാണ്. അയ്യാമു തശ്രീഖും പെരുന്നാൾ ദിനങ്ങളാണ്. തശ്രീഖ് എന്ന് പറഞ്ഞാൽ തന്നെ മാംസം ഉണക്കുന്നതിനാണ് അർത്ഥമാക്കുന്നത്. ബലിമൃഗത്തിന്റെ മാംസം ശേഷിക്കുന്നത് പെരുന്നാൾ ദിവസം കഴിഞ്ഞാൽ അയ്യാമു തശ്രീഖിൽ കൂടി നമ്മുടെ ഇന്നത്തെ പോലെ റെഫ്രിജറേറ്ററും ശീതീകരിച്ചുകൊണ്ട് മാംസം കേടാകാതെ സൂക്ഷിക്കാനുള്ള സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഒക്കെ അവർ മാംസം ഉണക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇത് പെരുന്നാൾ ദിവസമായതുകൊണ്ടാണ് ബലിമൃഗത്തിന്റെ മാംസം അവർ സൂക്ഷിക്കുകയും അയ്യാമു തശ്രീഖിൽ ഭക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തശ്രീഖ്, ഉണക്കുക എന്ന അർത്ഥത്തിലാണ് ഈ ദിവസം അറിയപ്പെട്ടത്. ഇതിനെ പെരുന്നാളായിട്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. പെരുന്നാൾ ദിനങ്ങളാണ്. അതുകൊണ്ടാണ് അയ്യാമു തശ്രീഖിൽ നോമ്പെടുക്കാൻ പാടില്ല. തക്ബീറിന്റെ ദിനങ്ങളാണ്, ദിക്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യാമു തശ്രീഖിനെ വിശേഷിപ്പിച്ചത് യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമു തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം. ഇസ്ലാമിന്റെ ആളുകളാണ്, നമ്മുടെ ഈദാണ്, പെരുന്നാളാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അറഫ. എന്നാൽ അറഫയിൽ ഹാജിമാർ അല്ലാത്തവർക്ക് നോമ്പ് പഠിപ്പിച്ചു, നമുക്കറിയാം, നമ്മൾ നോമ്പെടുത്ത് കഴിയും. എന്നാൽ ഈ ദിവസങ്ങളെ ഒരു പെരുന്നാളായി തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അയ്യാമു തശ്രീഖ് അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി തആല. ഈ 3 ദിനങ്ങൾ ഭക്ഷിക്കുവാനും കുടിക്കുവാനും, അഥവാ നോമ്പൊന്നും പാടില്ല എന്നർത്ഥം. അള്ളാഹുവിനെ ധാരാളം സ്മരിക്കേണ്ടതുമായ ദിവസങ്ങളാണ്, ധാരാളം ദിക്ർ എടുക്കേണ്ടതാണ്. നമ്മൾ ബലി മൃഗത്തിന്റെ മാംസങ്ങൾ മറ്റും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്, ഹദിയ ചെയ്തിട്ടുണ്ട്. ഇനിയും അറവ് നടക്കാനുണ്ട്. ആ ബലിമൃഗത്തിന്റെ മാംസം നമ്മൾ ഉദീഹത്തറുത്തവരാണെങ്കിൽ അത് നമ്മളും ഭക്ഷിക്കേണ്ടതാണ്. അതിന് പ്രത്യേകം സുന്നത്തുണ്ട്. മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കേണ്ടതാണ്. കഴിഞ്ഞ ഹുതുബകളിലൊക്കെ അത് സൂചിപ്പിച്ചതാണല്ലോ. ഇനി അടുത്ത് പരിചയമുള്ള മുസ്ലിങ്ങൾക്ക് കൊടുത്താലും അതിൽ തെറ്റൊന്നുമില്ല. അയൽവാസിയോ പരിചിതനോ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളോട് നല്ല നിലയിൽ ശത്രുത വയ്ക്കാതെ സഹകരിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ബലിമാംസം കൊടുക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല, നമുക്കത് കൊടുക്കാം. അപ്പോൾ ഇത് പെരുന്നാൾ ദിനങ്ങളാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെതായ ആഘോഷങ്ങളും മറ്റൊക്കെ ഉണ്ടാകും. വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആഘോഷത്തിൻ്റെ ശൈലി നമുക്കറിയാമല്ലോ. അത് ഇബാദത്തെടുക്കുക, സന്തോഷിക്കുക, പരസ്പരം ആശംസ കൈമാറുക, കുടുംബ സന്ദർശനം നടത്തുക, പിന്നെ അനുവദിക്കപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിനോദങ്ങൾ ആകാം. പക്ഷെ നിഷിദ്ധങ്ങളെ നമുക്ക് സമീപിക്കാൻ പാടില്ല. ലഹരി ഉപയോഗം, സംഗീതം, അതുപോലെ പാട്ടും കൂത്തും നൃത്തവും, ഇതൊന്നും നമ്മുടെ രീതിയിൽ പെട്ടതല്ല, ഒരു മുസ്ലിമിൻ്റെ ശൈലിയിൽപ്പെട്ടതല്ല. ദുനിയാവ് അങ്ങനെ നിഷിദ്ധങ്ങളിലൂടെ സന്തോഷിക്കാനുള്ളതല്ല. അത് ഏതെങ്കിലും ദിവസം അനുവദിക്കുമായിരുന്നെങ്കിൽ പെരുന്നാളിന് അനുവദിച്ചത് അങ്ങനെ, അത് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് ആളുകളൊക്കെ സംഗീതം, മ്യൂസിക്കിൻ്റെ വിഷയത്തിലൊരു ഉദാസീനത എടുക്കുന്നതാണ് നമ്മുടെ സമൂഹം. പ്രത്യേകിച്ച് സുന്നത്തും തൗഹീദുമൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകൾക്കും ഒരു അഴിഞ്ഞ നിലപാട് സംഗീതത്തിൻ്റെയൊക്കെ വിഷയത്തിലൊക്കെ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, അത് ഒരിക്കലും ശരിയല്ല. നമുക്കറിയാം സംഗീതം ഹറാമാണ്. എന്ത് തന്നെ ആവശ്യത്തിനാണെങ്കിലും അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ വക ഒരു മ്യൂസിക് നമ്മൾ ഒന്നിലും ഘടിപ്പിക്കാൻ പാടില്ല. സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിലെ 6-ാമത്തെ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, വമിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവർ വിനോദ വർത്തമാനങ്ങളെ, അത് വേണ്ടാത്ത വർത്തമാനങ്ങൾ, മനുഷ്യർക്ക് ഉപയോഗമില്ലാത്ത
എന്നാൽ ജനങ്ങളെ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കുന്ന ലഹുൽ ഹദീസ് വാങ്ങുന്നവരുണ്ട്, അത് സ്വീകരിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, യുദില്ല അൻ സബീലില്ലാ ബിഗൈരി ഇൽം, യാതൊരു വിവരവുമില്ലാതെ, ദീനിൽ മതകാര്യത്തിൽ ബോധമില്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ കുറ്റം ദോഷത്തെക്കുറിച്ച് അറിയാതെ ജനങ്ങളെ വഴിപഴപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം വിനോദ വർത്തമാനങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ ലഹുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് തെറ്റിക്കുന്ന, ദീനിൽ നിഷിദ്ധമായ എല്ലാ വിനോദങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ്. അതിൽ മുഖ്യമായി സംഗീതം ഉൾപ്പെടും. അങ്ങനെയാണ് സഹാബാക്കറാം നമ്മളെ പഠിപ്പിച്ചത്. സംഗീതം അതിൽ പ്രധാനമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ശപഥം ചെയ്ത ആളായിട്ട് പറയുമായിരുന്നു, ഈ ആയത്തിൻ്റെ താല്പര്യം അത് അൽ ഗിന എന്ന് പറഞ്ഞാൽ സംഗീതമാണ്, പ്രത്യേകിച്ച് വാദ്യോപകരണങ്ങൾ അതിൽ ചേർക്കുമ്പോൾ. അത് മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങളിലൂടെ സംഗീതം നിർമ്മിക്കുമ്പോൾ കൂടുതൽ നിഷിദ്ധമായി തീരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് പറഞ്ഞു, വയത്തഖിദഹ ഹുസുവ, അത് പരിഹാസമായി. ദീനിന്റെ കാര്യം അതൊക്കെ പറയുമ്പോൾ അതൊക്കെ എന്താണ് പ്രശ്നം? ഒരു മ്യൂസിക് കേട്ടോണ്ട് എന്താണ് തകർച്ച? അതൊക്കെ ഒരു സന്തോഷം കിട്ടുന്ന, മനസ്സിന് ആനന്ദം കിട്ടുന്ന കാര്യമല്ലേ എന്നൊക്കെയാണ് വിചാരിക്കുക. അത് പരിഹാസമാക്കി തീർക്കുന്ന ചില ആളുകളുണ്ട്. ഉലൈക ലഹും അദാബും മുഹീൻ, അപമാനകരമായ ശിക്ഷ അവർക്കുണ്ട് എന്നാണ് അല്ലാഹു തആല നമ്മെ താക്കീത് ചെയ്തത്. സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ ഒരു അയഞ്ഞ നിലപാട് നമ്മുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ചിലതൊക്കെ നമ്മൾ ചില വാർത്തകളോ അത്യാവശ്യമായ കാര്യങ്ങളോ അത് നമ്മൾ ഉണ്ടാക്കി വിടുന്നതല്ല, ചിലപ്പോൾ ശ്രമിക്കേണ്ടി വന്നേക്കാം. എന്നാൽ അതിലൊക്കെ ഒരു സൂക്ഷ്മത നമ്മൾ കാണിക്കണം. ഒരു കാരണവശാലും നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനെ കേൾക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട്, അതിൽ സന്തോഷിച്ചുകൊണ്ട് സംഗീതമുള്ളതിനെ നമ്മൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സംഗീതത്തെ ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട ആളുകളെ പോലെയാണ്, അതുണ്ടാകരുത്. സംഗീതത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പണ്ഡിതന്മാർ സൂചിപ്പിച്ച അത് ഹൃദയത്തിന് രോഗമുണ്ടാക്കുന്നുണ്ട്. ഹൃദയത്തിൻ്റെ രോഗം എന്ന് പറഞ്ഞാൽ ആത്മീയ രോഗം, ബാഹ്യ ശരീരത്തിനെ ബാധിക്കുന്ന രോഗമല്ല, ആത്മീയ രോഗം. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഹങ്കാരം, കാപട്യം, അങ്ങനെ ഹൃദയത്തെ ഈമാനിൽ നിന്നും ഇരുട്ട് വീഴ്ത്തി, ഈമാനിൻ്റെ ശോഭ കെടുത്തിക്കളഞ്ഞ് അതിൽ ഇരുട്ട് വീഴ്ത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് സംഗീതം എന്നുള്ളത്. അത് കേൾക്കുന്ന, അത് ആസ്വദിക്കുന്ന മനുഷ്യന് ഈമാനിൻ്റെ പ്രഭ കെട്ടുകൊണ്ടേയിരിക്കും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരാനിരിക്കുന്ന ഈ ഉമ്മത്തിൽ നിന്ന്, അന്യമതസ്ഥരുന്നല്ല, അവർക്ക് പിന്നെ ശറഈൻ്റെ നിയമങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഈ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ വരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസുകളിൽ കാണാം, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ ഉമ്മത്തിൽ നിന്ന്, അഥവാ മുസ്ലിം സമുദായത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾ ഇനി വരാനുണ്ട്. അവരുടെ എന്താണ് പ്രത്യേകത? അവർ യസ്തഹിലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്, 4 നിഷിദ്ധങ്ങളെ എടുത്തു പറഞ്ഞു. ഒന്ന് അൽ ഹിറ, അതോ വ്യഭിചാരം. വ്യഭിചാരത്തെ അവർ ഹലാലായി കാണുന്നു. വ്യഭിചാരത്തെ ഹലാലായി കാണും. വ്യഭിചാരത്തിന് പല വകുപ്പുകളുണ്ട്. വ്യഭിചാരത്തെ പോലും തെറ്റല്ല, ഒന്നും പ്രശ്നമില്ല ആണല്ലോ. പിന്നെ വലിയോ മറ്റോ ഒന്നും ഇല്ലാതെ സ്വന്തം ഇഷ്ടത്തോടു കൂടി ജീവിതം നയിക്കുന്ന ആളുകൾ, അത് ശറഈൻ്റെ കോണിൽ അത് വ്യഭിചാരമാണ്. അത് പ്രശ്നമില്ലാതായി കാണുന്ന ആളുകൾ ഉണ്ട്, തെറ്റല്ലാതായി കാണുന്ന ആളുകളുണ്ട്. സ്വയം നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന സ്ത്രീ, അല്ലെങ്കിൽ തൊലാക്ക് ചെയ്യപ്പെട്ട 3 തൊലാക്കും ചെയ്ത് ബന്ധം ഏർപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയെ ഹലാലാക്കി കൊടുക്കാൻ ചില ആളുകൾ ചെയ്യുന്നത് പോലെ മറ്റൊരാളെ കൊണ്ടൊരു താൽക്കാലിക വിവാഹം കഴിപ്പിക്കുകയും, നമുക്കറിയാം ഇസ്ലാമിക നിയമം 3 തൊലാക്ക് ചെയ്യപ്പെട്ട സ്ത്രീയെ പിന്നെ അതേ ഭർത്താവായിരുന്ന വ്യക്തിക്ക് തിരിച്ചെടുക്കണമെങ്കിൽ മറ്റൊരു പുരുഷനുമായി സ്വാഭാവികമായി വിവാഹം കഴിഞ്ഞ് അയാൾ സ്വാഭാവികമായി വേണ്ട എന്ന് തോന്നി ആ സ്ത്രീയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ പൂർവ്വ ഭർത്താവായിരുന്ന വ്യക്തിയിലേക്ക് തിരിച്ചു മടങ്ങാൻ ഒരു വിവാഹം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിയും. നമ്മുടെ ഖേദകരെന്ന് പറയാം, മുസ്ലിം സമൂഹത്തിൽ നമ്മുടെ നാട്ടിലുമുണ്ട്, പല രാജ്യങ്ങളിലുമുണ്ട്, നോർത്ത് ഇന്ത്യയിലും ഉണ്ട്. അത് മുഹല്ലിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു പറഞ്ഞ കാര്യമാണ്. ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. ഇങ്ങനെ ഈ കെട്ടുബന്ധം ഹലാലാക്കി കൊടുക്കുന്നവനും ഹലാലാക്കി കൊടുക്കാൻ ആവശ്യപ്പെടുന്നവനും, ആള് കോപിച്ചിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഇതിലൊക്കെ പ്രശ്നത്തിലൊക്കെ ചിലപ്പോൾ 3 തലാഖും ചെയ്ത് സ്ത്രീയെ വേർപെടുത്തിയിട്ടുണ്ടാകാം. പിന്നെ കുറ്റബോധം തോന്നി തിരിച്ചെടുക്കണമെങ്കിൽ പിന്നെ ശറഈന്റെ എന്താണ് മാർഗം? എന്താണ്? സ്വാഭാവികമായി വേറെ വിവാഹം കഴിഞ്ഞാൽ അവർ തമ്മിൽ തെറ്റണം, പിരിയണം, എന്നാലേ പഴയ ആൾക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ വ്യഭിചാരത്തെ ഹലാലായി കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് ഹലാലാക്കി കൊടുക്കുന്നവരുണ്ട് പല രൂപത്തിൽ. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹരീർ, പട്ട്. പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം നിഷിദ്ധമാണ്. അതിൽ ചില സംഗതികളൊക്കെ ഇളവ് വന്നിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ പുരുഷന്മാർക്ക് ഹറാമാണ്, സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തു. അലങ്കാരമായതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലാണ്. എന്നാൽ അത് പുരുഷന്മാർക്കും ഹലാലായി കാണുന്ന ഒരു ജനത വരുമെന്നാണ്. പല കല്യാണ വസ്ത്രങ്ങളിലൊക്കെ പിന്നെ പാർട്ടി വെയറായി ധരിക്കുന്ന, പുരുഷന്മാർ ധരിക്കുന്ന, നമ്മുടെ സമൂഹത്തിൽ തന്നെ പല ആളുകളും മുന്തിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ ധാരാളം പട്ടുകൾ അത് ഉൾപ്പെടുത്തിയത് കാണാൻ കഴിയും. വിലപിടിച്ച മുന്തിയ വസ്ത്രങ്ങൾ പുതിയാപ്പിള അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതിൽ പലതും പട്ട് കാണാൻ കഴിയും. അവർ നിഷിദ്ധത്തെ
ബോധപൂർവമോ അജ്ഞത കൊണ്ടോ ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. മറ്റൊന്ന് ഖംറാണ്. ഖംർ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ നീക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഖംറാണ്, മദ്യമാണ്. അപ്പം ലഹരി നമുക്കറിയാം, പറയേണ്ടതില്ല, സാർവത്രികമാണ് നമ്മുടെ സമുദായത്തിൽ. പിന്നെ അവിടെ നിന്ന് പറഞ്ഞതാണ് വൽ മആസിഫ്, സംഗീത ഉപകരണങ്ങൾ, സംഗീതം, അതുകൊണ്ട് ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അതിനെ ഹലാലായി കാണും. നമ്മുടെ സമൂഹത്തിൽ നിന്ന് വ്യാപകമാണ്. അത് പാട്ടിലൂടെ അല്ലാതെ വെറും സംഗീതം മാത്രമായി ഭ്രാന്തൻ രീതി സ്വീകരിക്കുന്ന, വിനോദം സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ നമ്മൾ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സമൂഹത്തിൻ്റെ ട്രെൻഡിനൊത്ത് സഞ്ചരിക്കേണ്ടവരല്ല ഒരിക്കലും. ഒരു മുസ്ലിം അങ്ങനെയല്ല. സമൂഹത്തിൻ്റെ ട്രെൻഡ് മാറുന്ന അനുസരിച്ച് അതേപോലെ നമ്മളും ആകണം എന്നൊരിക്കലും ചിന്തിക്കരുത്. അതിന് നമ്മുടെ ദീനിൻ്റെ വിധിവിലക്കുകൾ, അത് ദീനിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, ഒരു മുസ്ലിമിന് അത് പാടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടാകണം നമ്മൾ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടത്. നമ്മൾ പല ആളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഒക്കെ, അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കുന്നതിൽ കാണാം അവരുടെ പെരുന്നാൾ ചിത്രങ്ങൾ. പെരുന്നാൾ നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നു. പിന്നെ ആ ചിത്രത്തിനോടൊപ്പം ചില മ്യൂസിക്കുകൾ ഘടിപ്പിക്കുന്നു, വിവിധങ്ങളായ ചിത്രങ്ങൾ കൂട്ടിഘടിപ്പിച്ച്, അല്ലെങ്കിൽ കല്യാണ ചിത്രങ്ങളാണ്, ഇതെല്ലാം കൂട്ടിഘടിപ്പിച്ച് അതിനോടൊപ്പം മ്യൂസിക്കിൻ്റെ അകമ്പടി കൂടി ഉണ്ടാകും. ശരിക്കത് നമുക്ക് പാടണം. പല ആളുകളെയും ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് മ്യൂസിക്കാണോ? നമുക്കത് പാടില്ല, ഹറാമ് തന്നെയാണ്. ഈ പറഞ്ഞ താക്കീത് അതിൽ ബാധകമാണ്. അതുപോലെ തന്നെ ഈ പെരുന്നാൾ സന്തോഷവുമായി ബന്ധപ്പെട്ടൊക്കെ പിന്നെ ചിത്രമെടുക്കാൻ വേണ്ടിയിട്ട്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് ചെറുപ്പക്കാർ പോകുന്നുണ്ട്. ചിലപ്പോൾ ഉല്ലാസയാത്ര പോകുമ്പോൾ വെള്ളച്ചാട്ടമോ അപകടമുള്ള ഗർത്തമോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള നിന്നിട്ട് പിന്നെ വൈറലാകാൻ വേണ്ടിയിട്ട്, കുറേ ആളുകളുടെ ഇടയിൽ താരമാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, പിന്നെ ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പലരെയും വലിയ അപകടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുസ്ലിങ്ങളായ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കണം. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഇത്തരം അതിരുവിട്ട ആഘോഷങ്ങളിലേക്ക് നമ്മൾ പോകരുത്. പിന്നെ ഈ ചിത്രമെടുക്കുന്നത് തന്നെ നമ്മൾ ആലോചിച്ചു, ശറഇൽ വിരോധിക്കപ്പെട്ടൊരു കാര്യമാണ് ആത്മാവുള്ളവയുടെ, ജീവൻ ഉള്ളവയുടെ രൂപനിർമ്മാണം എന്നുള്ളത്. ധാരാളക്കണക്കിന് 50-ലധികം ഹദീസ് വന്നിട്ടുണ്ട്. അത് ബിംബം കൈകൊണ്ട് നിർമ്മിക്കുന്ന മനുഷ്യനാണെങ്കിൽ തീർച്ചയായും കൈകൊണ്ട് വരയുന്ന മനുഷ്യർ, ചിത്രം ആത്മാവുള്ളവയുടെ, അത് മനുഷ്യനോ മൃഗങ്ങളോ ആകട്ടെ, അതിനെക്കുറിച്ചൊക്കെ ജീവനുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്ന വ്യക്തികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ, സൂറ ആത്മാവുള്ളവയുടെ ചിത്രം നിർമ്മിക്കുന്നവനാണ് പരലോകത്ത് കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുക. മറ്റു ചില ഹദീസുകൾ കാണാം, കുല്ലു മുസവ്വിരിൻ ഫിന്നാർ, ആത്മാവുള്ളവയുടെ ജീവനിർമ്മാണം നടത്തുന്നവരൊക്കെയും നരകത്തിലാണ്. അതുപോലെ തന്നെ അഹ്യൂമ ഖലഖ്തും, പരലോകത്ത് അവരോട് പറയുന്നതാണ്, നിങ്ങൾ രൂപം കൊടുത്തതിന് നിങ്ങൾ ജീവൻ കൊടുക്കും. പക്ഷെ അവർക്ക് അതിന് കഴിയൂല. എങ്ങനെ കഴിയും? അള്ളാഹുവാണ് ജീവൻ കൊടുക്കുന്നത്, അവർക്കതിന് കഴിയില്ല. അതുകൊണ്ട് അവർ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും, നിർബന്ധിക്കപ്പെടും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധുനികരായ പണ്ഡിതന്മാർ നമ്മുടെ അത്യാധുനിക ഉപകരണം ഫോട്ടോഗ്രാഫി ഉപയോഗിച്ച് ചിത്രമെടുക്കുന്നതിനെ കുറിച്ച്, ഇതൊരു വിഷയമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ലാത്ത ഒരു പുതിയ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാലത്ത് തീർച്ചയായും മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കുന്ന ബിംബങ്ങളുണ്ട്, കൈകൊണ്ട് വരയുന്ന ചിത്രങ്ങളുണ്ട്. അവ ഈ ഹദീസിൻ്റെ താക്കീതിൽ ബാധകമാണ് എന്നതിൽ നമുക്ക് ശങ്കയില്ല, സംശയമില്ല. എന്നാൽ അള്ളാഹു സൃഷ്ടിച്ച ഒരു വസ്തുവിനെ ക്യാമറയിൽ പതിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധുനികരായ വലിയ പ്രഗത്ഭ പണ്ഡിതന്മാർ സംസാരിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അതിൽ തെറ്റില്ല, ചില പണ്ഡിതന്മാർ ഇല്ല, അത് ഹദീസിൽ വന്നതുപോലെ തന്നെ നിഷിദ്ധം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു മുസ്ലിം അനാവശ്യമായ ചിത്രങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം. അത് ഖൈറാണെന്നുള്ളതിൽ തർക്കമില്ല. അനുവദിച്ചു പറഞ്ഞ ഉലമാക്കൾ പോലും, പണ്ഡിതന്മാർ പോലും അനാവശ്യമായ ചിത്രങ്ങൾ എടുക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത്. അത് മുസ്ലിമിൻ്റെ വറഇൻ്റെ ഭാഗമാണ്. ഒരു വേള നിഷിദ്ധമാകുമോ എന്നൊരു ഭയം, അത് സുന്നത്താണോ അനുവദനീയമാണോ എന്നല്ലല്ലോ, ഹറാമാണോ അനുവദനീയമാണോ എന്നാണ്. ഒരു മനുഷ്യൻ തെറ്റിലേക്ക് വീഴാതിരിക്കാൻ പരമാവധി അതൊക്കെ ഒഴിവാക്കുക. അല്ല എന്തെങ്കിലും ഹാജത്തുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എടുക്കുക, അതിന് തെറ്റില്ല. അല്ലാഹു അലം. പണ്ഡിതന്മാരുടെ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാരണം റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തതാണ്, വ്യക്തമായ നെസ്സ് വരാത്തതാണ്. അതുകൊണ്ട് തന്നെ വന്ന നെസ്സുകളിൽ അതിനേക്ക് ബാലൻസ് ചെയ്യണം. അത് പണ്ഡിതന്മാർ നിർവഹിക്കുന്ന ഒരു ദൗത്യമാണ്. ഞാനിത് പറഞ്ഞത് ഇങ്ങനെയാണ് വിഷയം എന്നിരിക്കെ, എന്നാൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ചില രൂപങ്ങൾ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. ഈ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്, ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ചിത്രത്തെ മാറ്റി മറ്റൊരു കോലത്തിലാക്കുന്ന രീതി, തീർച്ചയായും അത് നിർമ്മിതമാണ്. നിർമ്മിതമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഹുക്കും ഫോട്ടോഗ്രാഫിയുടെ ഹുക്കുമല്ല. അത് ഹദീസുകളിൽ പറഞ്ഞ വ്യക്തമായ താക്കീതിൽ വരുന്നതിൻ്റെ വിധിയാണ് വരിക. കുല്ലു മുസവ്വിരിൻ ഫിന്നാർ. എന്തുകൊണ്ട്? കാരണം യഥാർത്ഥ സൃഷ്ടിയല്ല അവിടെ ഉള്ളത്.
മറിച്ച് സൃഷ്ടിക്ക് കോലം മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരാൾ എടുത്ത ഫോട്ടോ എടുത്തിട്ട് ഈ പറഞ്ഞ AI ആപ്പുകളിലൂടെ ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയാളെ ഫുള്ള് എഡിറ്റ് ചെയ്യാണ്. പുരികം മാറും, കണ്ണിൻ്റെ ശൈലി മാറും, പിന്നെ നിറം മാറും, ഇങ്ങനെയുള്ള പല പല എഡിറ്റിങ്ങുകൾ ചെയ്തിട്ട് ചിലപ്പോൾ അയാളുടെ ശരീരവണ്ണം, മുഖകാന്തി, ഇതിനൊക്കെ വളരെ പിന്നെ ആളെ നല്ല രൂപത്തിൽ വ്യത്യാസപ്പെടുത്തുന്ന രൂപത്തിൽ AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഈ പറഞ്ഞ ഹദീസിൽ താക്കീത് വരുന്നതാണ്, സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഫോട്ടോ മേക്കർ കൊണ്ട് നമുക്കറിയാം ഇന്ത്യക്കാരനെ സായിപ്പാക്കുന്നതും അതുപോലെ വെളുത്തവനെ നീഗുരാക്കുന്നതും പല രൂപത്തിലുള്ള സെറ്റപ്പുകളുണ്ട്. ശരിക്കും ഇതൊക്കെ ഈ പറഞ്ഞ ഹദീസിൽ വന്ന വിലക്കുകളിൽ തന്നെയാണ് ഉൾപ്പെടുക. നമ്മൾ ശക്തമായി ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പെരുന്നാൾ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഈ ആയത്തും ഹദീസൊക്കെ നമുക്ക് ബാധകമാകുന്നുണ്ട്. ഹലാലായ അനുവദനീയമായ എന്ത് സന്തോഷ പ്രകടനങ്ങൾ നമുക്കാകാം, അതിലൊന്നും യാതൊരു തകരാറുമില്ല. നിഷിദ്ധങ്ങൾ കൊണ്ട് ആകരുത് എന്ന് മാത്രം. പിന്നെ പ്രശസ്തി ഉദ്ദേശിച്ചുകൊണ്ടാണ് പലരും ഇതൊക്കെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഫോട്ടോ എടുക്കാന്നുള്ള ഒരു ഭ്രാന്തമായ രീതിയായി മാറിക്കഴിഞ്ഞു ആളുകൾക്ക്. ഞാൻ പറഞ്ഞു, ഇനി അതൊരു ഹലാലാണ്, അനുവദനീയമാണ് എന്നിടത്ത് നിന്നാൽ തന്നെ അതിൻ്റെ സ്വഭാവവും ആളുകളുടെ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. ഒരു ഭ്രാന്ത നിലപാടാണ്. തനിക്ക് ആപത്ത് പറ്റുമോ, ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും, ഇതൊന്നും ചിന്തിക്കണില്ല. കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ചിത്രങ്ങൾ എടുക്കുക. പിന്നെ പാറയുടെ ഓരത്തുനിന്ന് താഴെ ഗർത്തമാണ്, കൊക്കയാണ്, ഇങ്ങനെയൊക്കെ ഇത്ര ചെറുപ്പക്കാർ, നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ തന്നെ പോയി അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് ചിത്രം പകർത്തുക, ഒരല്പം കാല് വഴുതി പാറയിൽ തലയടിച്ച് വെള്ളത്തിൽ വീണ്, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് പെരുന്നാളൊക്കെ ആകുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ആഘോഷമെന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും അപകടത്തിലേക്ക് എടുത്ത് ചാടരുത്. അത് ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ചിലരെങ്കിലും വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ ചെറിയ കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ച് പുരോഗമനവാദികളുടെ ഒരു സ്വാധീനമൊക്കെ നമ്മളെ സമൂഹത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്, ലിബറൽ ചിന്താഗതികൾ. ഇപ്പം മ്യൂസിക്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആണ് പെണ്ണ് കൂടിക്കലരുക, സ്ത്രീകൾ തന്നെ, പെൺകുട്ടികൾ തന്നെ ഈ നഗ്നതാ പ്രദർശനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഖതീബുമാരോ പിന്നെ പ്രബോധകന്മാരോ നഗ്നതാ പ്രദർശനം എന്ന് പറയുമ്പോൾ അവരുടെ ഗുഹ്യാവയവങ്ങളെ കാണിക്കുന്നതിനല്ല, അവിടെ ശറഇൽ അതല്ല ഉദ്ദേശിക്കുന്നത്. അത് നഗ്നതയാണ്. നഗ്നത എന്ന് പറഞ്ഞാൽ ശറഅ് നിശ്ചയിച്ചിട്ടുള്ള ഔറത്ത് വെളിവാക്കുന്നതിനാണ് നഗ്നത എന്ന് പറയാം. ഒരു സ്ത്രീ തല വെളിവാക്കിയാൽ അത് അവളുടെ നഗ്നതയാണ്, ഔറത്താണ്. അപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചു തലയൊന്നും നഗ്നതയല്ല. അങ്ങനെയല്ല, മറിച്ച് നഗ്നത പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ മതം നഗ്നതയാണ് എന്ന് പറഞ്ഞ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കരുത് എന്നാണ്. സ്ത്രീ അവളുടെ തല പുറത്ത് കാണിച്ചാൽ, അവളുടെ കൈയുടെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചാൽ ഔറത്താണ്. പൊന്തി നിൽക്കുന്ന പിന്നെ വസ്ത്രം കാലിൻ്റെ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ, അരക്കെട്ട് കാണിച്ചാൽ ഇതൊക്കെ അതിൽപ്പെടും. കഴുത്ത് കാണിച്ചാൽ ഇതൊക്കെ ഔറത്താണ്. മുഖവും മുൻകൈയും എന്ന വിഷയത്തിൽ അത് മറ്റൊരു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്തായാലും ഒരു സ്ത്രീക്ക് മുഖം മറയ്ക്കൽ പുണ്യമാണ്, അത് അവളുടെ തഖ്വയുടെ ഭാഗമാണെന്നതിൽ തർക്കമേ ഇല്ല. ചില പണ്ഡിതന്മാർ, എന്നല്ല ധാരാളം പണ്ഡിതന്മാർ അത് നിർബന്ധമാണെന്ന് പോലും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെതായ പ്രമാണങ്ങളുമുണ്ട്. അതെന്തിരുന്നാലും ഒരു സ്ത്രീ കുറഞ്ഞ പക്ഷം അവൾ സൂക്ഷ്മത പാലിക്കുക തന്നെ വേണം. ഈ തല കാണിക്കുക, കഴുത്ത് കാണിക്കുക, മുഖം പിന്നെ മനോഹരമാക്കുക, അതൊക്കെ അന്യപുരുഷന്മാർ കാണുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം സ്ത്രീ ഒരു നിലയ്ക്കും ചെയ്യാൻ പാടില്ലാത്ത, അത് ഹറാമാണ്, ഒരു സംശയമില്ല, ഹറാമാണ്. മറ്റുള്ളവരെ ഫിത്ന, മറ്റുള്ളവരെ കുഴപ്പത്തിൽ പിന്നെ അകപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ പ്രശ്നം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പെരുന്നാളൊക്കെ ആകുമ്പോൾ ആളുകൾ കൂടുതൽ ഇതിലേക്ക് ഇറങ്ങും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അഭിമാനവും ഇസ്സത്തും അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. സമൂഹത്തിൻ്റെ ട്രെൻഡാണ് എന്ന് കരുതി നമുക്കത് സ്വീകരിക്കാൻ നിർവാഹമില്ല. ഒരു മുസ്ലിം എപ്പോഴും ചിന്തിക്കേണ്ടത് അതിൽ അള്ളാഹു എത്രത്തോളം, നമ്മുടെ റബ്ബ് നമ്മുടെ മേൽ കൽപ്പിക്കാൻ അധികാരമുള്ളവൻ, നമ്മുടെ മേൽ നിയമങ്ങൾ ആവിഷ്കരിക്കാൻ ദീനാക്കി തരാൻ അർഹതയുള്ളവൻ, ഹക്കുള്ളവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ല, നമുക്കത് വേണ്ട എന്നാണ് തീരുമാനിക്കുന്നത്. ഇതൊക്കെ ഇപ്പം എന്ത് പ്രശ്നം? നമ്മൾ അങ്ങനെ നോക്കിയാൽ എത്ര കാര്യങ്ങൾ തെറ്റായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ ശിർക്ക് ചെയ്താൽ ഒരു മനുഷ്യൻ ന്യായീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവനൊരു മനസ്സിന് സന്തോഷവും ദൈവത്തെ കാണുന്നില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടൊരു ധ്യാനം കിട്ടാനാണ് ഒരാളെ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, ന്യായീകരിക്കാൻ നിന്നാൽ ഷിർക്കിന് പോലെ ന്യായീകരണമുണ്ട്. പക്ഷെ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉതറുള്ളതല്ലല്ലോ. ഷിർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു മുസ്ലിമിനറിയാം ഏറ്റവും വലിയ പാപമായിട്ട് അള്ളാഹു തആല പഠിപ്പിച്ചത്. അപ്പോൾ ന്യായീകരിക്കാൻ നിന്നാൽ എന്തിനുള്ളത്? വ്യഭിചാരത്തിന് ഒരാൾക്ക് പറഞ്ഞൂടെ, രണ്ടുപേരും തമ്മിൽ അവർക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി, അതിപ്പോൾ എന്താണ് പ്രശ്നം? ഇതല്ലേ ലിബറലുകൾ പറയുന്നത്. അപ്പം ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു തിന്മയും ബാക്കി ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ന്യായീകരണം കണ്ടെത്താൻ പറ്റും. നിനക്കിപ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ മ്യൂസിക്കിന് എന്താ പ്രശ്നം? ഇങ്ങനെയൊക്കെ കുറച്ച് ചിത്രമെടുത്ത് പിന്നെ ഈ തല കണ്ടാൽ, പെണ്ണിൻ്റെ തല കണ്ടാൽ എന്താണ് പ്രശ്നം?
അല്ലെങ്കിൽ കുറച്ച് വൈറലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയൊക്കെ കുറച്ച് അഭിപ്രായങ്ങൾ ഇതൊരു രസമല്ല, ഇതിനൊക്കെ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചാൽ എന്താണ് ബാക്കി ഉണ്ടാകുക ദീനിൽ? അപ്പം അങ്ങനെയല്ല, നമുക്ക് ഇത് എല്ലാം ഒരു ഉരകല്ല് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്താണ്. അതാണ് ഒരു മുസ്ലിമിൻ്റെ ശൈലി. കിതാബിലെ സുന്നത്തിന് അതെതിരായി എനിക്ക് വേണ്ട. കാരണം എന്താ? അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. എൻ്റെ ഹവയെ, എൻ്റെ ഇഷ്ടത്തെ ഞാൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് മാറ്റും. അവിടെയാണ് പരീക്ഷണം. നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രം വരെ കേട്ട ത്യാഗമൊക്കെ പറയാണ് ഹജ്ജിൻ്റെ നാളിൽ. സ്വന്തം മകനെ പോലും ത്യജിക്കാൻ, അറുക്കാൻ തയ്യാറായി. ആലോചിച്ചു. അങ്ങനെ ആയെങ്കിൽ പിന്നെ അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത ദുനിയാവിലെ നിസ്സാരമായ നൈമിഷികമായ സുഖരസങ്ങൾ ത്യജിക്കാൻ, അതൊക്കെ ഒഴിവാക്കാൻ ഒരു മുസ്ലിമിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണത്? അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മളെല്ലാ കാര്യത്തിലും. അന്യ സ്ത്രീ പുരുഷന്മാർ തനിച്ചാകുന്നതുമായി ബന്ധപ്പെട്ട് അത് ഒരു നിലയ്ക്കും പാടില്ല. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റയ്ക്കാകരുത്. ഇത് ഹദീസിൽ വ്യക്തമായി താക്കീത് വന്നിട്ടുണ്ട്. അന്യപുരുഷനും അന്യസ്ത്രീ. ആരാണ് ഈ അന്യപുരുഷൻ അന്യസ്ത്രീ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രമാണം കൊണ്ടാണ് സംസാരിക്കുക. അപ്പോൾ ഖുർആനിലെ സുന്നത്തിൽ അന്യസ്ത്രീ അന്യപുരുഷൻ എന്ന് പറഞ്ഞാൽ മഹ്റമല്ലാത്ത ആളുകളാണ്. ഭർത്താവ്, പിതാവ്, സഹോദരൻ, മകൻ, ഇങ്ങനെ മകൻ്റെ മകൻ, അതൊക്കെ മഹ്റമുകളാണ്. അതുപോലെ പിതാവ്, പിതാമഹൻ മഹ്റമാണ്. സഹോദരന്മാർ, അത് പിതാവൊത്തതോ ഉമ്മയെത്തതോ ഉമ്മയും വാപ്പയുടെയും ഒത്ത സഹോദരങ്ങളൊക്കെ മഹ്റമാണ്. അവർ തനിച്ചാകാം, ഒരു സാഹചര്യം വന്നാലാകാം, പ്രശ്നമില്ല. പക്ഷെ അതല്ലാത്തവർ, ചിലപ്പോൾ ഇളയാപ്പ, കൊച്ചാപ്പയുടെ, മൂത്താപ്പയുടെ മക്കൾ മഹ്റമല്ല, അവർക്ക് തനിച്ചാകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെ നിഷിദ്ധങ്ങളിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ഒറ്റയ്ക്കാകരുത്. അങ്ങനെ പാടില്ല. അങ്ങനെ ആയാൽ ഫഇന്ന ശൈത്താന സാലിസുഹുമാ, മൂന്നാമതായി ശൈത്താൻ അവിടെ ഉണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു സംശയാസ്പദമായൊരു സാഹചര്യം സൃഷ്ടിക്കരുത്. അത് നമ്മൾ മൊബൈലിലൂടെ ചാറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലാണെങ്കിലും ശരി, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെയൊക്കെ അന്യപുരുഷനുമായി ചാറ്റ് ചെയ്യുമ്പോൾ അത് സ്വകാര്യ സംഭാഷണമാകുമ്പോൾ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. വളരെ ഗൗരവത്തിൽ. സ്ത്രീകളും പുരുഷന്മാരും അതിലിവിടുന്നപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം ഔറത്താണ് എന്ന് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല. ഒരു സ്ത്രീക്ക് സംസാരിക്കാം, അന്യപുരുഷനോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സംസാരിക്കാം. പക്ഷേ അതിൻ്റെ അതിർവരമ്പുകൾ കൃത്യമായി പാലിച്ചിരിക്കണം. അപ്പോൾ അത് വാട്സാപ്പിലൂടെ മറ്റൊരു സന്ദേശം കൈമാറുമ്പോൾ അതിൽ ഒരു ഖൽവത്തുണ്ട്, തനിച്ചാകലുണ്ട്. ശരീരം കൊണ്ടല്ലെങ്കിലും, ഒരു റൂമിൽ രണ്ടുപേരും ഒറ്റയ്ക്കാകുന്നത് പോലെ അല്ലെങ്കിലും അവരുടെ സംഭാഷണത്തിൽ ഒരു ഖൽവത്ത്, തനിച്ചാകൽ സംഭവിച്ചിട്ടുണ്ട്, സ്വകാര്യത വന്നിട്ടുണ്ട്. അതാണ് ഈ ഖൽവ എന്ന് പറഞ്ഞതാണ്. സ്വകാര്യമായി ആ രണ്ട് വ്യക്തികൾ തമ്മിലാണ് ചാറ്റിംഗ് നടക്കുന്നത്. ഒരു സ്ത്രീയെ അങ്ങോട്ട് അയക്കുമ്പോൾ അതിൽ ഇസ്ലാം നിഷ്കർഷിച്ചതിന് അപ്പുറമായിക്കൊണ്ട് എന്തെങ്കിലും ഒരു മൃദുലമായ സംഭാഷണം വന്നാൽ പുരുഷൻ്റെ ഹൃദയത്തിൽ സ്വാഭാവികമായും പുരുഷനെ അത് ആകർഷിക്കും. അന്യസ്ത്രീയുടേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചക പത്നിമാർക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചക പത്നിമാർക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ അഹ്സാബിൽ, യാ നിസാ അൻ-നബി, പ്രവാചക പത്നിമാരെ, ലസ്തുന്ന കഅഹദി മിനൻ നിസാ, നിങ്ങൾ ലോക സ്ത്രീകളെ പോലെ ആരെയും പോലെ അല്ല, നിങ്ങൾ പ്രത്യേക പദവിയുള്ള, നിങ്ങൾ മാതൃകയാകേണ്ടവരാണ്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതൃക അത് അവർക്ക് മാത്രമല്ല, മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു, ഇത് മുസ്ലിം സ്ത്രീകൾക്കാണ്. കാരണം അവർ മാതൃകളാണ്. അവരുടെ മാതൃക മുസ്ലിം വനിതകൾ, സ്ത്രീ സമൂഹം പിൻപറ്റണം. എന്താണത്? അല്ലാഹു തആല പറഞ്ഞു, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരത്തിൽ മൃദുത്വം കാണിക്കരുത്. അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കുഴയരുത്. ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഒരു മതപരമായ കാര്യമാണ് ചോദിച്ചതെന്ന് വിചാരിച്ചോളൂ. ഒരു മതപരമായ കാര്യമാണെങ്കിൽ പോലും ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, സംസാരത്തിൽ ഒരു മൃദുല സ്വഭാവം വരരുത്, കൊഞ്ചിക്കുഴയിലുണ്ടാകരുത്. അതുപോലെ തന്നെ അങ്ങനെ വന്നാൽ ഫയത്മ അല്ലദീ ഫീ ഖൽബിഹി മറദ്, ഹൃദയത്തിൽ മറദുള്ളവൻ. എന്താണ് ആ മറദ്? സ്വാഭാവികമായും സ്ത്രീകളോടുള്ള താല്പര്യമാണ് അവൻ്റെ മറദ്. ആ ഹൃദയത്തിൽ പ്രശ്നമുള്ളവൻ അവൻ കൊതിച്ചു പോകും. ഫയത്മ എന്ന് പറഞ്ഞാൽ കൊതിക്കുക, മോഹിക്കുക. ഇത് യാഥാർത്ഥ്യമല്ലേ? എത്ര ആളുകൾ ചില സന്ദേശങ്ങളിലൂടെയാണ് ഒരുപാട് വഴിവിട്ട് ബന്ധങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ള, അവരൊക്കെ ഉണർത്തേണ്ട ഒരു കാര്യമാണ്, വാട്സപ്പിലൂടെ ഒക്കെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പല സന്ദേശം, പല ആവശ്യങ്ങൾക്കുമായിട്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഇനി അതൊരു മതപരമായ ദീനി പഠന ഗ്രൂപ്പാണെങ്കിൽ കൂടി അവിടെ ഒരു സൂക്ഷ്മത നമുക്ക് വേണം. അത് ഒരു ജമാഅത്തായിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ പുരുഷനായിരിക്കും അതിൻ്റെ അഡ്മിൻ, പുരുഷൻ കൈകാര്യം ചെയ്യുന്നുണ്ടാകും, സന്ദേശങ്ങൾ അയക്കുന്നുണ്ടാകും. പ്രശ്നമൊന്നുമില്ല, ദീന് പഠിക്കാനാണ്, നമ്മൾ അത് കേൾക്കാം, പഠിക്കാം, എഴുതിയെടുക്കാം ഒക്കെ ആകാം. പേഴ്സണൽ ചാറ്റിംഗ് നടത്തുമ്പോൾ ഗുരുതരമായി നമ്മളത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് മതപരമായ അധ്യാപനങ്ങൾക്കാണെങ്കിലും ശരി, പേഴ്സണൽ ചാറ്റിംഗ് നടത്തുമ്പോൾ ആവശ്യം മാത്രം, അത് മൃദുല സ്വഭാവമില്ലാതെ, കഴിയുമെങ്കിൽ ശബ്ദ സന്ദേശം ഒഴിവാക്കി ടെക്സ്റ്റ് മെസ്സേജ് ആക്കി ഇടുക. പണ്ഡിതന്മാർ ഫിത്നയുടെ ബാബടയ്ക്കാൻ വേണ്ടി ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. അത് ആവശ്യത്തിലധികമാകരുത്.
പിന്നെ വീട്ടുവിശേഷങ്ങളാകരുത്. അന്യപുരുഷനാണ്, ഇന്നെന്ത് ചെയ്യുന്നു, ജോലിക്ക് പോയോ, ഇതൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ഒരു സംശയം ഇനി ഒരു പണ്ഡിതനോടാണെങ്കിൽ കൂടി, ഒരു ഉസ്താദിനോട് ആണെങ്കിൽ കൂടി സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട മതവിഷയത്തിൽ ചിലപ്പോൾ ഒരു വിഷയം പഠിക്കേണ്ടി വരും, ആവശ്യമായി ചോദിക്കേണ്ടി വരും. ചോദ്യം മാത്രം ചോദിക്കുക. ജവാബ് കൊടുക്കുന്ന ആൾ, ഉത്തരം പറയുന്ന ആൾ ഉത്തരം മാത്രം പറയുക. ഇതൊക്കെ പണ്ഡിതന്മാർ ഈ ഫിത്നയുടെ ബാബടയ്ക്കാൻ വേണ്ടി നമ്മളെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സ്ത്രീകളും ശ്രദ്ധിക്കുക. അനാവശ്യമായി പിന്നെ സുഖമാണോ, പിന്നെ അതിന് മറുപടി പറഞ്ഞാൽ പിന്നെ ഒരു ലവിൻ്റെ ചിഹ്നം ഇടൽ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്ന് കൊടുക്കരുത്, ഒന്നും പാടില്ല. ആ ബാബ് അടയ്ക്കണമെന്നാണ് പറയുന്നത്. കഴിയുമെങ്കിൽ ഭർത്താവിനെ കൊണ്ട് ചോദിപ്പിക്കുക പരമാവധി. അല്ലെങ്കിൽ ആ ഒരു ആവശ്യം വന്നാൽ, ഞാൻ പറഞ്ഞുവല്ലോ, ഈ ഫിത്നയുടെ ബാബ് വലുതാണ്. എത്രയോ കുടുംബങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട്. നമുക്കങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ചില പിന്നെ ദീനി സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലൂടെ വന്ന ചില ബന്ധങ്ങൾ അത് അതിരുവിട്ടു തെറ്റായ പല നടപടികളിലേക്കൊക്കെ പോയി സാഹചര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തെല്ലാം കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിലൂടെ കുടുംബമാണ് തകർന്നു പോവുക, അഭിമാനമാണ് നഷ്ടപ്പെടുക. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എല്ലാവിധ ഫിത്നയിൽ നിന്നും നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ, ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നല്ലൊരു ഈദ് ആയി, നല്ല അയ്യാമത്തെ ഷീഖിൻ്റെ ദിനങ്ങളായി അള്ളാഹുവിനെ സ്മരിക്കുന്ന വാഴ്ത്തുന്ന ദിനങ്ങളാക്കി അള്ളാഹു താല മാറ്റുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബൽ അല്ലാഹു മിന്നാ വ മിൻകും. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹു നീ അവരുടെ രോഗങ്ങൾക്ക് ശമനം പ്രദാനം ചെയ്യണേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവർക്ക് നീ ധന്യത, ദുനിയാവിൽ ധന്യത, മറ്റാരെയും പരാശ്രയത്തിൽ നിന്നും ഒഴിവാക്കി നിന്നെ മാത്രം ആശ്രയിക്കുന്ന ധനികരിൽ അള്ളാഹുവെ നീ ഉൾപ്പെടുത്തണേ. ദുനിയാവിൻ്റെ ആളുകളാക്കി നീ ഞങ്ങളെ മാറ്റരുത്, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാക്കി തീർക്കുന്ന റഹ്മാനായ റബ്ബേ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.